നമസ്കാരം. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി വയനാട്ടിലെ ജനങ്ങൾ ജീവനു വേണ്ടി നെട്ടോട്ടമോടിയിട്ടും വയനാട് എം പി തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപങ്ങൾക്കിടെ പ്രിയങ്ക ഗാന്ധി എം പി നാളെ വയനാട്ടിലെത്തും. കടുവ കൊന്ന പഞ്ചാരക്കൊല്ലി രാധയുടെ വീട് എം പി സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെയും സന്ദർശിച്ചേക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പ്രിയങ്ക ഗാന്ധി ബത്തേരിയിലെ വിജയന്റെ വീട്ടിലെത്തുക. വയനാട്ടിലെ നിരന്തര വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും ആശങ്കയകറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീവ KS IFSുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. രാധ എന്ന 45-കാരിയെ കടുവ കൊന്നിട്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അനുശോചന സന്ദേശം ഇറക്കിയതല്ലാതെ MP അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നായിരുന്നു ആക്ഷേപം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ എതിരാളികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപവും ഇതുതന്നെയായിരുന്നു. മാവേലി വരുന്നത് പോലെ വർഷത്തിലൊരിക്കൽ വന്ന് കൈവീശി പോകുന്ന ഏർപ്പാട് പാടില്ല എന്നായിരുന്നു ആ എതിർപ്പിന്റെ സന്ദേശം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആകെ ഒരു തവണയാണ് പ്രിയങ്ക മണ്ഡല സന്ദർശനം നടത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നിവിടങ്ങളിൽ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിലൊന്നും സ്ഥലം MP ആയ പ്രിയങ്കയുടെ ഇടപെടലൊന്നും ഉണ്ടായതായി കാണുന്നില്ല. വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായി മലയാളത്തിൽ സംസാരിക്കും എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ്. താനും സഹോദരിയുമടക്കം വയനാടിന് ഇനി 2 MP ഉണ്ടെന്ന് കരുതാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി വക ഡയലോഗ്. എന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയം നേടി ഡൽഹിക്ക് വണ്ടി കയറിയ ശേഷം ഈ 2 പേരെയും ഈ പ്രദേശങ്ങളിലെങ്ങും കാണാനില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും അടക്കം പറയുന്നത്. അതിലുമധികം കടുവ നാട്ടിലെത്തുന്നുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നാട്ടുകാരും പറയുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ടാണ് പ്രിയങ്കയുടെ വയനാട് സന്ദർശനം നീളുന്നതെന്നാണ് പ്രാദേശിക കോൺഗ്രസ്സുകാരുടെ ന്യായീകരണം. ലോക്സഭാ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കഴിഞ്ഞ വർഷം നവംബർ 30-നും ഡിസംബർ 1-നുമാണ് വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസങ്ങളിലായി വോട്ടർമാരെ നന്ദി അറിയിക്കുന്ന യാത്രകളിലായിരുന്നു പങ്കെടുത്തത്. വയനാട്ടിൽ നിന്നുള്ള MP ആയി ജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്കയ്ക്ക് മിന്നും വിജയമാണ് വയനാട്ടുകാർ സമ്മാനിച്ചത്. 4.10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ജയം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടക്കുന്ന ജയമായിരുന്നു ഇത്. 2024 ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,47,445 വോട്ടുകൾ നേടി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ജയിച്ചത്.